നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി തുർക്കി, ജോർദാൻ, ഇറാഖി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ടെഹ്റാൻ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും കാര്യമായ നാശനഷ്ടമാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രമണം നടത്തുമെന്ന് ഇറാൻ അയൽ രാജ്യങ്ങൾക്കും ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ US-നും 72 മണിക്കൂർ മുമ്പ് അറിയിപ്പ് നൽകിയതായാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പറഞ്ഞത്. ആക്രമണത്തിന് മുമ്പ് വാഷിംഗ്ടണിനോടും ടെഹ്റാനോടും സംസാരിച്ചിരുന്നതായി തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രതികരണങ്ങൾ ആനുപാതികമാണെന്ന് ഉറപ്പാക്കാൻ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ സന്ദേശങ്ങൾ കൈമാറിയതായും കൂട്ടിച്ചേർത്തു. ഡമാസ്കസിലെ തങ്ങളുടെ എംബസിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായിരിക്കും ഈ തിരിച്ചടിയെന്നും അതിനപ്പുറം പോകില്ലെന്നും ഇറാഖ് പറഞ്ഞതായും നടന്ന സംഭവവികാസങ്ങൾ ആശ്ചര്യപ്പെടുത്തുന്നതല്ലെന്നും തുർക്കി നയതന്ത്ര വൃത്തങ്ങൾ പറഞ്ഞു. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ഉടൻ തിരിച്ചടി നൽകേണ്ട എന്ന നിലപാടാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തെ ദീർഘകാല വീക്ഷണത്തോടെയാണ് സമീപിക്കുന്നതെന്നും ഇസ്രയേലിന്റെ 3 അംഗ വാർ ക്യാബിനറ്റിലെ 2 അംഗങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ജാഗ്രതയോടെ തുടരാനും ആക്രമണത്തിനും പ്രതിരോധത്തിനും തയ്യാറായിരിക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആക്രമണത്തിനും പ്രതിരോധത്തിനുമുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയതായി മുഖ്യ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വ്യോമസേനയ്ക്കൊപ്പം സഖ്യകക്ഷികളും ചേർന്ന് ഇറാന്റെ ആക്രമണത്തെ തടഞ്ഞ് പുതിയ നയതന്ത്രപരമായ സഖ്യം രൂപപ്പെടുത്തുന്നതിന് കാരണമാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെട്ട ഇറാന്റെ വ്യോമാക്രമണം തങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് നിർവീര്യമാക്കിയതിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചെന്ന് അമേരിക്ക അവകാശപ്പെട്ടു. സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇറാന്റെ ആക്രമണം തടയാനായത് തന്നെ ഒരു വിജയമാണെന്ന് നെതന്യാഹു മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തി. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തുന്നത് ഇപ്പോൾ വിവേകപൂർണമായ തീരുമാനമല്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. തീരുമാനം അതീവ ജാഗ്രതയോടെ മാത്രമേ സ്വീകരിക്കാനാവൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേലിനോട് നിർദ്ദേശിച്ചതായാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഗാസയിലും ദക്ഷിണ ലെബനനിലും ആക്രമണം ഘടിപ്പിച്ച് ഇസ്രയേൽ ഇന്നലെ പലവട്ടം യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചേർന്നെങ്കിലും ഇറാൻ ആക്രമണത്തിനുള്ള തിരിച്ചടി സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ഇസ്രയേലിനായില്ല. അമേരിക്ക നൽകിയ കർശന മുന്നറിയിപ്പാണ് പ്രത്യാക്രമണ നീക്കം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിൽ പ്രധാന വിലങ്ങുതടിയായി മാറിയത്. മേഖലയെ അപ്പാടെ ബാധിക്കുന്ന ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു. അതേസമയം 300ഓളം റോക്കറ്റുകളും മിസൈലുകളും അയച്ച് ഇസ്രയേലിന്റെ പരമാധികാരത്തിന് നേരെ നടന്ന ഇറാന്റെ ആദ്യ ആക്രമണത്തിന് കനത്ത മറുപടി നൽകണമെന്ന് മന്ത്രിമാരായ ഗാറ്റ്സ്, ഈസൻകോട്ട് എന്നിവർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നഗേവ് ഉൾപ്പെടെ സൈനിക കേന്ദ്രത്തിൽ സംഭവിച്ച നഷ്ടം വിലയിരുത്തി കരുതലോടെയുള്ള പ്രതികരണവും പ്രത്യാക്രമണം മതിയെന്ന് US പ്രസിഡന്റ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേലിനെ അറിയിച്ചു. കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം നേടിയെടുക്കാൻ അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ തക്ക സമയത്ത് മറുപടി നൽകുമെന്ന് മന്ത്രി ബെനി ഗാറ്റ്സ് അറിയിച്ചു. പ്രാദേശികമായി ഇറാനെതിരെ സഖ്യമുണ്ടാക്കിയാകും തുടർ നീക്കങ്ങളെന്നും മന്ത്രി പറഞ്ഞു. സ്വിസ് ഇടനിലക്കാർ മുഖേന US പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാൻ നേതൃത്വവുമായും ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ട്. പ്രത്യക്ഷ യുദ്ധത്തിന് തങ്ങളില്ലെന്ന് അമേരിക്ക ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. സൈനികമായി തിരിച്ചടിക്കരുതെന്ന് ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തിയാൽ യുദ്ധം കനത്തതാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അറിയിച്ചു. ആക്രമണം നടത്തിയ സൈന്യത്തെയും ഇറാൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു. ഇസ്രയേലിനെതിരായ ആക്രമണം അവസാനിപ്പിച്ചതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്നാണ് സൈനിക മേധാവി മുഹമ്മദ് ബാഖാരി അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.